എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ വില്ലൻ ടീം അവരിപ്പോ നമ്മുടെ ആൾക്കാരെ എയിം ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ആൾക്കാർക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയാത്ത വലിയ നിരാശയിലാണ്. ഇങ്ങനൊരു ടീമിനെ കിട്ടിയ അവര് വെറുതെ വിടോ? ഉടനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. ബ്രൂക്കിനാണെങ്കിൽ വമ്പൻ ആവേശം. അവന്റെ സ്ക്വാഡൊക്കെ കറക്കി കറക്കി അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. വില്ലന്മാർക്ക് പിടികിട്ടും ആൾക്കാർ ആരും തന്നെ നിസ്സാരക്കാരല്ല. നമ്മുടെ ആൾക്കാരുടെ അടുത്ത് മുട്ടി ജയിക്കാൻ അവരെ കൊണ്ടാവില്ല. അതിലൊരു വില്ലൻ വീക്കായിട്ടുള്ള ആരെങ്കിലും നമ്മുടെ ടീമിലുണ്ടോന്നറിയാൻ ചുറ്റും നോക്കും. അപ്പൊ അവര് കാണും സ്റ്റാർ ഫിഷിനെയും നമ്മുടെ മർമയുടെ പെണ്ണിനെയും. അവൻ അടുത്ത സെക്കൻഡ് അവരെ എയിം ചെയ്ത് അവരുടെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ലൂഫി അവിടേക്ക് ചാടി വന്ന് ഗം ഗം പവർ ഉപയോഗിച്ച് അറഞ്ചം പൊറഞ്ചം ആ വില്ലനെ അടിച്ചു തെറിപ്പിക്കും. പിന്നീട് നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് മിനിറ്റുകൾ വെച്ച് അവരെ മുഴുവൻ അടിച്ചു തോൽപ്പിച്ച് ഒരു ഭാഗത്തേക്ക് വന്ന് ഡിസ്കഷൻ ആരംഭിക്കും. ഇപ്പൊ അവർക്ക് കുറച്ച് സമാധാനമുണ്ട്. നേരത്തെ തീർക്കാൻ പറ്റാത്ത എന്തോ ഒരു വലിയ കാര്യം ഇപ്പൊ ചെയ്തു തീർത്ത ആശ്വാസത്തില് അവരങ്ങനെ ഇരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ വില്ലന്മാര് അവരിപ്പോഴും നമ്മുടെ ആൾക്കാരെ തന്നെയാണ് എയിം ചെയ്തിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം നമ്മുടെ മർമയുടെ പെണ്ണാണ്. കാരണം അവൾക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയില്ല എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞു. കട്ട് ചെയ്ത ലൂഫിയും ടീംസും ഇപ്പൊ വീണ്ടും അവരുടെ യാത്ര ആരംഭിക്കും. അവർ ചുറ്റും നോക്കും. അവിടെ ഒരുപാട് സ്ഥലങ്ങള് വളരെ ഹോണ്ടഡ് ആയിട്ടും ഡിഫറെന്റ് ആയിട്ടൊക്കെ കാണും. ഉടനെ ഹച്ചി ആണെങ്കിൽ ഒരു മാപ്പ് ഒക്കെ കാണിച്ചു കൊടുത്ത് പറയും, ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും ആൾതാമസമൊന്നുമില്ല. ആരും അവിടേക്ക് വരാറ് പോലും ഇല്ല. ഇതിൽ മൊത്തം 10 സ്റ്റോൺസ് ഉണ്ട്. ആ 10 സ്റ്റോൺസിലായിട്ടാണ് ഈ സ്ഥലം മുഴുവനായിട്ടും ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 40 എന്ന് മെൻഷൻ ചെയ്ത ആ ഒരു വലിയ പാറ, അവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇവിടെയാണെങ്കിൽ മ്യൂസിയംസ്, ഒരുപാട് ഷോപ്പിംഗ് മോൾസ് ഒക്കെ ഉണ്ടാവും. അതിന് തൊട്ടടുത്തുള്ള 30 നമ്പർ ഇട്ട ഈ ഒരു കല്ല്, അവിടെയാണെങ്കിൽ ഒരുപാട് മ്യൂസിയംസും അമ്യൂസ്മെന്റ് പാർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന് തൊട്ടടുത്തായി 60, അതാണ് ഈ ഒരു ഐലാൻഡിന്റെ എൻട്രൻസ്. ആ നേവി ഒഫീഷ്യൽസ് എല്ലാവരും അവിടെയാണ് ഉള്ളത്. നമ്മളിപ്പോ പ്രവേശിക്കാൻ പോകുന്നത് നമ്പർ 16ലേക്കാണ്. അവിടെ പ്രത്യേകിച്ച് ലോയോ നിയമങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ചോപ്പറിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. അതിന് ഹച്ചി പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇപ്പൊ തന്നെ നമ്പർ 13ലേക്ക് എത്തും. അവിടെയാണ് ഷിപ്പിന് കോട്ടിംഗ് കൊടുക്കുന്ന ആ ഒരാളുള്ളത്. അങ്ങനെ അവര് അല്പസമയം കഴിയുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് 13ലേക്ക് വരും. അവരല്പം കൂടെ മുൻപോട്ട് പോകുമ്പോ അവരുടെ തൊട്ടു മുൻപിലായി ഒരു വലിയ ബിൽഡിങ്. ഡോർ തുറന്ന് അകത്തേക്ക് വരും. അവിടെ ബോബ് മുടിയൊക്കെ അടിച്ച അതിചുന്ദരിയായ ഒരു ചേച്ചി. അവരാണെങ്കിൽ ഒരുത്തരെ പിടിച്ച് അറഞ്ചം പൊറഞ്ചം ഇടിക്കുകയാണ്. ആച്ചിയെ കാണുമ്പോ തന്നെ ആ ഒരു ചേച്ചി അവരിപ്പോ അവൻ നോക്കി കൈയൊക്കെ വീശി കാണിക്കും. അവര് പറയും, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് വരാം. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എന്താ നടക്കണമെന്ന് ചോദിച്ച് വണ്ടടിച്ച് ചുറ്റും നോക്കും. അവളാണെങ്കിൽ അവനെ ഇടിച്ച് ചപ്പാത്തിയാക്കി ഇപ്പൊ പുറത്തു കൊണ്ടുപോയി ഉണങ്ങാനിടും. അതിനുശേഷം ആച്ചിയോട്ട് കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ലൂഫിയും ടീമും അവളുടെ ഫ്രിഡ്ജൊക്കെ തുറന്ന് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് വിഴുങ്ങുന്നതായിട്ട് കാണാം. ചോപ്പറിനാണെങ്കിൽ അത് കണ്ട് പേടിയാവും. പേടിച്ചു വരച്ച് അവരെ നോക്കും. അവര് പറയും, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ആവശ്യമുള്ള അത്രയും ഫുഡും ഇവിടുന്ന് കഴിക്കാന്ന് പറഞ്ഞ് അവന് കഴിക്കാനും കുറച്ച് കാൻഡീസ് കൊടുക്കും. ആ ലേഡിക്കാണെങ്കിൽ ലൂഫിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവളിപ്പോ അവരോട് ഓരോ വിശേഷങ്ങളായിട്ട് ചോദിക്കാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവളോട് സംസാരിക്കുകയാണ്. അവള് പറയും, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കപ്പൽ കോട്ടിംഗ് ചെയ്യണം. ഞാനിപ്പോ കോട്ടിംഗ് ചെയ്യാറില്ല. എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അവനാണ് ഇപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവൻ ഇപ്പൊ ഇവിടെ ഇല്ല, ഈ ഐലാൻഡിൽ തന്നെ ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പൊ അവനെ കണ്ടുപിടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് കോട്ടിംഗ് ചെയ്യാം. 1 മുതൽ 20 വരെയുള്ളതിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അവൻ നോർമലി ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് നേരം ഇരിക്കാറില്ല. കാരണം ഗവൺമെന്റ് ആൾക്കാര്, പൈററ്റ് ഹണ്ടേഴ്സ് എന്നിങ്ങനെ ഒത്തിരി പേരുടെ നോട്ടപ്പുള്ളിയാണവൻ. അത് കേട്ട് ഇപ്പൊ ചോപ്പറിന് പേടിയാവും. എന്റെ ബലമായ സംശയം അവനിപ്പോ ആ പാർക്കിലുണ്ടാവും. ലൂഫിയും ടീമും തുള്ളിച്ചാടും. അവള് പറയും, അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ. അവിടെ 11 പേരോളം 100 മില്യൺ ബൗണ്ടി ബെറീസിൽ കൂടുതലുള്ളവരുണ്ട്. സോ അവിടേക്ക് നിങ്ങൾ പോകുമ്പോ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ലേഡി വീണ്ടും പറയും, 100 മില്യൺ ബൗണ്ടി, അതിൽ കൂടുതലുള്ള 11 പേരാണ് നിങ്ങളെപ്പോലെ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഏതൊക്കെയോ ഐലാൻഡിൽ നിന്ന് വന്നവരെല്ലാവരും ഒത്തുകൂടുന്ന ഒരേ ഒരു സ്ഥലം അതിവിടെ വെച്ചാണ്. സോ അവരുടെ ഇടയിലേക്ക് നിങ്ങൾ പോകുമ്പോ പല പ്രശ്നങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും അത് വളരെ സൂക്ഷിച്ചു വേണം. ചോപ്പറും ഉസോപ്പൊക്കെ ആണെങ്കിൽ അതൊക്കെ കേട്ട് പേടിച്ച് അവരുടെ ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടിക്കൂടി വരികയാണ്. എല്ലാ ദിവസവും ഇതുപോലുള്ള ആൾക്കാരൊന്നും വരാറില്ല. പക്ഷെ ഇന്ന് മാത്രം 11 പേരിൽ കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു.
ലൂഫി, ലോഫിൻ, ഡ്രാഗൻ, ലോ, ഹോഗിൻ എന്നിങ്ങനെ ഒരുപാട് പേര്. ഇവരുടെ പേരുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പേപ്പറിൽ കാണാൻ പറ്റും. പക്ഷെ ലൂഫി ആണെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാത്തതുകൊണ്ട് തന്നെ അവനൊന്നും അറിയില്ല. ലൂഫി സിമ്പിൾ ആയിട്ട് പറയും, ഞങ്ങൾ ന്യൂസ് പേപ്പർ ഒന്നും വായിക്കാറില്ല. അത് കേട്ട് അവൾ ചിരിക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് അതാണ്. നമ്മൾ എപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവരെ കുറിച്ച് അവെയർ ആയിരിക്കണം. ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. നിങ്ങൾക്ക് ആക്ച്വലി ഒരു കാര്യം അറിയോ, ഇവിടെ വന്നിരിക്കുന്നവരിൽ പലർക്കും ലൂഫിയെ കഴിഞ്ഞും ഡബിൾ ബോണ്ടീസ് ഉണ്ട്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവരൊരു സെക്കൻഡ് ഫ്രീസായി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് 24-ാം നമ്പർ ട്രേ കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിലൊരു റെസ്റ്റോറന്റിൽ ഒരു മെലിഞ്ഞുടങ്ങിയ പെണ്ണ്, അവളാണെങ്കിൽ മൂക്കുമുട്ടെ കിട്ടിയ ഫുഡൊക്കെ അട്ടിച്ചു കയറ്റുകയാണ്. അവളുടെ തീറ്റയും കൂടിയൊക്കെ കണ്ട് എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കും. വർഷങ്ങളായിട്ട് ഇവള് പട്ടിണി കിടക്കുകയാണോ? അവളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഗ്യാങ്സ്റ്ററിന് പോലും അവളുടെ തീറ്റ കണ്ട് ഇപ്പൊ ഛർദ്ദിക്കാൻ വരികയാണ്. ആ ഗ്യാങ്സ്റ്റർ ആണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനോട് പറയും, ആ പെണ്ണിനോട് മാറിപ്പോവാൻ പറ, എനിക്ക് അവള് കാരണം കഴിക്കാൻ പറ്റുന്നില്ല. ഇതിന് അസിസ്റ്റന്റ് പേടിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നോട് അത് മാത്രം പറയരുത്. ഇവിടെ അടുത്താണ് നേവി ഹെഡ്ക്വാർട്ടേഴ്സ്. എന്തെങ്കിലും കുഴപ്പമുണ്ടായ നമ്മൾ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് അവിടേക്ക് കൊണ്ടുപോകും. ആ ഗ്യാങ്സ്റ്ററിനാണെങ്കിൽ അത് സഹിക്കില്ല. ഒരു ഫോർക്ക് എടുത്ത് ഇപ്പൊ അവന്റെ അസിസ്റ്റന്റിനെ ആഞ്ഞു കുത്തും. ആക്ച്വലി ഈ ഒരു ഗ്യാങ്സ്റ്റർ അവനും ഒരു വലിയ പൈററ്റ് തന്നെയാണ്. അവനും 138 മില്യൺ ബെറീസ് ബൗണ്ടി ആയിട്ടുണ്ട്. ഉടനെ ഒരുപാട് പേര് ഇപ്പൊ അവളുടെ ചുറ്റും കൂടി നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ആ ഫുഡ് കഴിക്കുന്ന ലേഡിയെ കാണിക്കും. ഇവളാണ് സൗത്ത് പൈററ്റ്സിന്റെ ഹെഡ്. അവളുടെ തലയ്ക്ക് 140 മില്യൺ ബെറി ബൗണ്ടീസ് ഇത്രയുമാണ് പ്രതിഫലമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുശേഷം മുടിയൊക്കെ നീട്ടി വളർത്തിയ മറ്റൊരു പൈററ്റ് ക്യാപ്റ്റൻ, ഇദ്ദേഹത്തിന് 249 മില്യൺ ബെറി ബൗണ്ടീസ് ആണ് പ്രതിഫലമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവനാണെങ്കിൽ ബേറർ ന്യൂഡിൽസ് താഴേക്ക് തട്ടിമറിക്കുന്നത് കണ്ട് അവന്റെ അസിസ്റ്റൻസിനോട് ആ ബേററിനെ ഒന്നും ചെയ്യണ്ടെന്ന് പറയും. കട്ട് ചെയ്താ ഇപ്പൊ ബാർ കാണിക്കും. അവിടെ രണ്ടുപേർ ചേർന്ന് ഒരിഞ്ഞ അട്ടിയിടി ബഹളം. ഇതിക്കെല്ലാം ശേഷം ഇങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുന്ന ഇവനാണ് എയർ പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ. 198 ബൗണ്ടി ബെറീസ് ആണ് ഇവന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുശേഷം അവൻ അറ്റാക്ക് ചെയ്ത സൗത്ത് ബ്ലൂയുടെ പൈററ്റ് ക്യാപ്റ്റൻ അവനിപ്പോ പുറത്തേക്ക് വരും. ഇവന് ലൂഫിയെ കഴിഞ്ഞും കൂടുതൽ ബൗണ്ടി ബെറീസ് ഉണ്ട്, 315 മില്യൺ ബെറീസ്. കട്ട് ചെയ്ത ഇപ്പൊ 21-ാം നമ്പർ കാണിക്കും. അവിടെയാണെങ്കിൽ ഏതോ ഒരുത്തൻ ചുറ്റുമുള്ളവരെ എല്ലാവരെയും ഒരു ഹാമർ ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ഞ് തല്ലുകയാണ്. അപ്പൊ മഞ്ഞ മുടിയുള്ള വേറൊരുത്തൻ വന്ന് ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അതിനുശേഷം നീല കോട്ടിട്ട മറ്റൊരുത്തൻ, ഇവൻ ഡ്രേക്ക് പൈററ്റ്സ് ടീമിന്റെ ഹെഡാണ്. 282 മില്യൺ ബെറി ബൗണ്ടീസ് ആണ് ഇവന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവരെല്ലാവരും ചേർന്ന് കൂട്ടാട്ടിയിടി ഫൈറ്റ്. അതിനെല്ലാം ശേഷം ഇപ്പൊ ഡ്രേക്ക് പൈററ്റ് ആള് നടന്നു വരുമ്പോഴായിരിക്കും മറ്റൊരു ചിന്ന പയ്യൻ ഇപ്പൊ ഡ്രേക്കിനെ വിളിക്കുക, ഇന്ന് നീ എത്ര ഫൈറ്റ് ഉണ്ടാക്കി? ഇവനും ഒരു പൈററ്റ് ആണ്. 200 മില്യൺ ബെറി ബൗണ്ടിയാണ് ഇവനും ഉള്ളത്. ആക്ച്വലി ഗ്രാൻഡ് ലൈനിലൂടെ ട്രാവൽ ചെയ്ത് ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ല. ടോപ്പ് പൈററ്റ്സിന് മാത്രമേ അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഇവിടേക്ക് എത്താൻ പറ്റൂ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ലേഡി പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെയല്ല, കുറച്ച് നല്ല മനസ്സൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം. ലൂഫി വീണ്ടും ഇപ്പൊ അവളോട് ചോദിക്കും, അവനെ ഞങ്ങള് എവിടെ പോയി കണ്ടുപിടിക്കും? ഇനി ഒരു പക്ഷേ അത്രയും വലിയ പൈററ്റ്സുകളുടെ കയ്യിൽപ്പെട്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? അതിന് അവള് പറയും, നിസ്സാരക്കാരനല്ല, അവൻ എന്റെ ഹസ്ബൻഡാണ്. നിങ്ങൾ കഴിഞ്ഞും 10 മടങ്ങ് പവറൊക്കെ അവനുണ്ടെന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.